ഏട്ടാ സാരമില്ല, അച്ഛനും അമ്മയല്ലേ പറഞ്ഞേ. ഏട്ടൻ ചെല്ല ചെല്ല. വരുന്നുണ്ട്. വരുൺ എന്നോട് കാട്ടുന്ന അവഗണനയ്ക്ക് ഇപ്പൊ കാട്ടിക്കൊടുക്കുന്നുണ്ട് ഞാൻ. എന്റെ ഗതി ഇതായല്ലോ ഭഗവാനെ. എനിക്കിങ്ങനെ തന്നെ വരണം. എനിക്ക് ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. ഗർഭിണിയായൊരു ഭാര്യ, അതും അവളുടെ ഒരു ചെറിയ ആഗ്രഹം, അത് സാധിച്ചു തരാൻ പോലും ഇവിടെ ആരും ഇല്ലല്ലോ എന്റെ ഈശ്വര. ഇതെല്ലാം ഞാൻ എന്റെ ഭർത്താവിനോടല്ലാതെ ആരോടെ പറയാം? ഒരു നിമിഷം എന്റെ അടുത്തിരിക്കാൻ, ഒന്ന് സ്നേഹത്തോടെ മിണ്ട, അതിന് പോലും എന്റെ ഭർത്താവിന് സന്മനസ്സില്ലാതെ പോയല്ലോ. എന്നോട് സ്നേഹമില്ലാത്തത് പോട്ടെ, ആരുടെ കുഞ്ഞ് എന്റെ വയറ്റിൽ കിടക്കുന്നേ? ആ കുഞ്ഞിനോട്, സ്വന്തം കുഞ്ഞിനോട് കുറച്ചിഷ്ടം, ഒരു സ്നേഹം, അതും ഇല്ലാതെ പോയല്ലോ. ഞാനിതെങ്ങനെ സഹിക്കാം? ജനിക്കാൻ പോകുന്ന എന്റെ കുഞ്ഞ്, അത് വല്ല കഷ്ടത്തിലാവില്ല എന്റെ ദൈവമേ. ഞാനിനി എന്ത് ചെയ്യും? ഐശ്വര്യം, വെറുതെ ഇങ്ങനെ കരയാതെ. അരുൺ എത്തിയോ? പിന്നെ ഞാൻ എങ്ങനെ കരയാതിരിക്കും? അരുൺ എന്നെ ഇഷ്ടമല്ലല്ലോ, ഒട്ടും ഇഷ്ടമല്ലല്ലോ. അത് ഐശ്വര്യം, തിരളിയെല്ലാം ഞാൻ തിരക്കിനിടയിലും മേടിക്കാൻ മറന്നുപോയതാ. എന്ത് തിരക്ക്? ഗർഭിണിയായ ഭാര്യയുടെ ചെറിയൊരു ആഗ്രഹം പോലും സാധിച്ചു തരാൻ പറ്റാത്ത എന്ത് തിരക്കാ അരുണുള്ളത്? ഐശ്വര്യം, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയും അതിനെപ്പറ്റി പറഞ്ഞൊരു വഴക്ക് വേണ്ട. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. എല്ലാം എന്റെ വിഷമം കൊണ്ടാ. ഞാനത് മറന്നു. കുറച്ചു സമയം അരുൺ എന്റെ അടുത്തിരിക്കെ. അത് എനിക്കൊന്നും ഫ്രഷ് ആവണമായിരുന്നു. അതെനിക്ക് ഇനി സമയമുണ്ടല്ലോ. അരുൺ ഇങ്ങോട്ടിരിക്കെ. അരുണേ, ഇരിക്കരുണേ. കാല് നല്ല വേദന. ഗർഭിണിയല്ലേ, സ്വാഭാവികാണെന്ന അമ്മ പറഞ്ഞത്. ശരിയാ, ഗർഭിണിയായ കാലുവേദന ഉണ്ടാവും. അരുണ് ഗർഭിണികളെ പരിചരിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള പോലെയാണല്ലോ പറയുന്നത്. അരുണേ,
ഈ കാലൊന്ന് തടവോ, നല്ല വേദന. ആ ഓ അല്ല എന്താ മടിച്ചു നിക്കുന്നേ? തട വരും. ഇങ്ങനെയല്ല, ശരിക്കും വേദന പോട്ടെ. തടവ്. കാല് പിടിക്ക്, എന്റെ കാല് പിടിക്ക്. ഗർഭത്തിന്റെ പേരില് അരുൺ ഇനി എന്തെല്ലാം അനുഭവിക്കാൻ പോകുന്നതെന്ന് അറിയോ? തടവ്, അരുൺ തടവ്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, നല്ല രുചി. ഈ തേനെല്ലിക്ക കഴിച്ചാലേ ജനിക്കുന്ന കുഞ്ഞിനും ശ്യാമയെ പോലെ നല്ല സ്വരമാധുര്യം ഉണ്ടാവും. അതെയോ? ഇതൂടെ കഴിച്ചേ. അവിടെ ഇരിക്കട്ടെ, കഴിച്ചോളാം. ഇതൂടെ കഴിക്കുന്നേ. നമ്മുടെ കുഞ്ഞിനും നല്ലോണം പാടാൻ പറ്റട്ടെ. കണ്ണന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. ശ്യാമയ്ക്ക് എപ്പോഴും കണ്ണന്റെ അനുഗ്രഹം ഉണ്ടാവുമല്ലോ. ശരിയാ, കണ്ണന്റെ അനുഗ്രഹം ഇപ്പൊ നമ്മുടെ ജീവിതം പഴയതുപോലെ സന്തോഷമായിട്ട് വരുന്നു. നമ്മുടെ ജീവിതം സന്തോഷമായി വരുന്നു. പക്ഷേ അരുണേട്ടന്റെ ജീവിതം സങ്കടത്തിലേക്കാവുന്നു. അതാ എനിക്കിപ്പോ വിഷമം തോന്നുന്നേ. അരുണേട്ടന്റെ ജീവിതം നേരാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദിവസം ചെല്ലും തോറും ഐശ്വര്യടുത്ത് പ്രശ്നമായി വരിക. ഐശ്വര്യടുത്ത് എന്തിനാ ദിവസം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എത്ര ആലോചിച്ചിട്ടും അവരുടെ സ്വഭാവം എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്യാമയെ പോലെ പ്രഗ്നന്റ് ഐശ്വര്യടുത്തി പലപ്പോഴും ആ ചിന്ത പോലും അവർക്കില്ലാന്ന് തോന്നും. ഞാൻ ശ്യാമയോട് മുന്നേ പറഞ്ഞിട്ടില്ലേ, ഇപ്പൊ ഐശ്വര്യടുത്ത് ഓവർ ആക്ട് കാണിക്കുന്നതായിട്ടാ എനിക്ക് തോന്നുന്നത്. ചിലപ്പോ അവരുടെ ഓട്ടവും ചാട്ടവും ബഹളവും ഒക്കെ കണ്ട അവര് ശരിക്കും പ്രഗ്നന്റ് അല്ലാന്ന് നമുക്ക് തോന്നിപ്പോവും. ഏയ്, ഐശ്വര്യടുത്തിയുടെ പ്രകൃതം അതാ, അതുകൊണ്ട് അങ്ങനെ തോന്നുന്നേ. അവര് മനസ്സിൽ തോന്നുന്നത് അപ്പൊ തന്നെ അങ്ങ് പ്രതികരിക്കും. ഒന്നിനും ക്ഷമയുണ്ടാവില്ല. അത് ഐശ്വര്യടുത്തിയുടെ രീതിയാ. അല്ലെങ്കിലും പ്രഗ്നൻസി ടൈമില് എല്ലാ സ്ത്രീകളും ഒരുപോലെ അല്ല. അവര് ഭർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും. ഭർത്താവ് തന്റെ അടുത്ത് തന്നെ വേണമെന്നൊരു തോന്നല് എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാ. അഖിൽ സാറ് ഞാനേന്ന് പറഞ്ഞ് എന്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ അരുണേന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. അശ്വതീച്ചയുടെയും കുഞ്ഞിന്റെയും കാര്യോർത്തുള്ള ടെൻഷൻ അതെപ്പോഴും ഐശ്വര്യടുത്തിയുടെ മനസ്സിലുണ്ടാവും. അവസരം കിട്ടിയ അരുണേട്ടൻ ഐശ്വര്യടുത്തെ വിട്ടുപോകുന്നുള്ള ഭയവും അവർക്കുണ്ടാവും. അതൊക്കെ സ്വാഭാവിക.
അതിനിങ്ങനെ ദേഷ്യപ്പെടുകയും ബഹളം വയ്ക്കൊക്കെ വേണോ? തിരിച്ച് അരുണേട്ടനോട് സ്നേഹം കാണിക്കുകയല്ലേ വേണ്ടത്? അതാ ഞാൻ പറഞ്ഞേ, എല്ലാവരും ഒരുപോലെ അല്ല ചിന്തിക്കുന്നേന്ന്. അപ്പോ അവരുടെ പെരുമാറ്റ രീതിക്ക് മാറ്റം വരും. എല്ലാം ശരിയായിരിക്കും, പക്ഷെ ഐശ്വര്യയുടെ ഈ സ്വഭാവവും പെരുമാറ്റവും പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കുകയുള്ളൂ. ഉം, അവരുടെ സ്വഭാവം കണ്ട എത്ര ക്ഷമയുള്ളവരാണെങ്കിലും ശരി, അവരെ ഇട്ടേച്ച് എവിടെയെങ്കിലും ഓടിപ്പോകും. അതിപ്പോ അരുണേട്ടനും ഐശ്വര്യത്തെ കുറച്ചുകൂടി കെയർ ചെയ്യേണ്ടതായിരുന്നു. ഐശ്വര്യത്തെ ആഗ്രഹിച്ചത് അരുണേട്ടൻ കൊണ്ടുവന്നില്ല, അതായിപ്പോ പ്രശ്നമായത്. ഇപ്പോ അഖിൽ സാർ എന്നെ എനിക്ക് തേനെല്ലിക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ എനിക്ക് വിഷമാവില്ലേ? ഒന്ന് ഓർത്തു നോക്കിയേ. എനിക്ക് സങ്കടാവും. ഐശ്വര്യയുടെ സ്വഭാവം മറ്റൊന്നാ. അവര് ബഹളം വെച്ചു, അത്രേ ഉള്ളൂ. അരുണേട്ടൻ അഖിൽ സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. ഈ സന്ദർഭത്തിൽ ഐശ്വര്യയോട് കുറച്ച് അടുപ്പവും സ്നേഹവും കാണിക്കാൻ പറയണം. ശ്യാമ പറയുന്നത് ശരിയാ, പക്ഷേ ആ സംശയം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഐശ്വര്യടുത്ത് ശരിക്കും പ്രഗ്നന്റ് ആണോ? അതേട്ടാ, എന്തായാലും ഏട്ടന്റെ തുടക്കം കൊള്ളാം. 20 കോടി രൂപയുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അതും അമേരിക്കൻ കമ്പനി. എന്തായാലും നമ്മുടെ കമ്പനി രക്ഷപ്പെടും. എടാ, ഓർഡർ കിട്ടിയതൊക്കെ ശരിയാ, പക്ഷെ അവരോട് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. മുംബൈയിൽ അവർക്കൊരു ഓഫീസുണ്ട്, അവരുമായി ഞാൻ സംസാരിച്ചു. ആ, നമുക്ക് യോജിച്ച ഡീലാണെങ്കിൽ അതങ്ങ് ഉറപ്പിക്കായിരുന്നില്ല ഏട്ടാ. അധികം കാത്തു നിൽക്കാൻ പറ്റില്ലല്ലോ. ഈ അവസരം തട്ടിയെടുക്കാൻ കാത്തു നിൽക്കുന്ന വേറെ ഒരുപാട് കമ്പനികളുണ്ട്, അതും കൂടി നമ്മൾ നോക്കണ്ടേ? ശ്യാമയൊക്കെ ശരിയാണ്, പക്ഷെ അഖിയും ശ്യാമയും ആ അമേരിക്കൻ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ശരിക്കും പഠിക്കണം. എന്നിട്ട് ഈ ഡീൽ ഉറപ്പിക്കണോ വേണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് തീരുമാനിക്കണം. അതിനാണ് ഞാൻ രണ്ടുപേരും വിളിച്ചത്. ഏട്ടനാ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തതല്ലേ, പിന്നെന്താ പ്രശ്നം? ആ എടാ, അതല്ല അഖി, ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്ത് അതിൽ പിഴവ് പറ്റിക്കൂടാ. പ്രത്യേകിച്ച് നമ്മുടെ കമ്പനി അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ സഹായം തേടിയത്. അതിനെന്താ ഏട്ടാ, എന്ത് സഹായത്തിനും ഞാനും ശ്യാമയും ഒപ്പം ഉണ്ടാവും ഉറപ്പ് തന്നല്ലേ? ആ ഏട്ടാ, അങ്ങനെയാണെങ്കിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ എന്താ ഒന്ന് ചെക്ക് ചെയ്യാലോ? ആ കാണിക്ക്. ഇതാണ് സൈറ്റ് മാഡം. ഓക്കെ. എടുക്കൊന്നും വേണ്ട, അവകാശം മതി. പിന്നെ ഇതിനൊരു പിഴവ് പറ്റാൻ പാടില്ല. അതിന്റെ ഡീറ്റെയിൽസ് അക്കിയുടെ മെയിലിലേക്ക് സെൻഡ് ചെയ്തേക്ക്. ശരി സർ. ആ സർ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ശരി, പൊയ്ക്കോളൂ. മാഡം, മാഡം എന്നോട് പറഞ്ഞിരുന്ന ഒരു ഗോൾഡൻ ചാൻസ് ഒത്തു വന്നിട്ടുണ്ട്. എന്താ പറയൂ, കേക്കട്ടെ. മാഡം, ഒരു അമേരിക്കൻ കമ്പനി 20 കോടിയുടെ ബിസിനസ്സാ നമ്മുടെ കമ്പനിക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. ആണോ? ഇതെങ്ങനെ ശരിയായി? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അത് ആദിത്യൻ സാർ MD ആയിട്ട് വന്നതിന്റെ ഭാഗ്യമെന്നാ.
അഖിൽ സാറൊക്കെ പുകഴ്ത്തി പറയുന്നേ. ആ കമ്പനി ഡീറ്റെയിൽസ് കൂടുതൽ സെർച്ച് ചെയ്യാൻ അഖിൽ സാറിനെയും ശ്യാമ മേഡത്തിനെ ഏൽപ്പിച്ചിരിക്കാം. അവര് രണ്ടാളും പറയുന്നതനുസരിച്ചാവും ആദിത്യൻ സാറ് കമ്പനിയുമായി ഡീൽ ഉറപ്പിക്കുന്നത്. ആണോ? മാഡം പറഞ്ഞ ഐഡിയ നമുക്ക് ഇവിടെ പ്രയോഗിച്ചാലോ? ശരിയാ, ഇത് നല്ലൊരു അവസരം. നീ തൽക്കാലം എന്താ അവരുടെ നീക്കം ഒന്ന് ശ്രദ്ധിക്ക. ബാക്കി കാര്യം പിന്നെ. അപ്പോ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ? അത് ഞാൻ ഏറ്റു മാഡം. ശരി, ഞാൻ വിളിക്കാം. ശരി മാഡം. എന്റെ സ്ഥാനത്ത് ആ ശ്യാമ കയറിയിരിക്കുന്നേ. ആക്കി എല്ലാറ്റിനും അധികാരി. ആദിയേട്ടനും ഈ ഭാര്യയും ഭർത്താവും കീരിയും പാമ്പും പോലെ ശത്രുക്കളാകും. അതിനുള്ള വഴി എനിക്കറിയാം. ഭരണങ്ങളായിരിക്കോ? മോളെ ശ്രീകുട്ടി നിക്ക്. നിക്ക് മോളെ, ഞങ്ങൾ പറയട്ടെ. ബഹളം വെക്കാതെ മോളെ, അടങ്ങി നിക്ക് മോളെ, അങ്കിൾ പറയട്ടെ. എന്താ മോളെ ഇത്? അങ്കിൾ പറയട്ടെ. അറിയാതെ അങ്കിൾ പറയട്ടെ. ഇന്ന് വാ. അങ്കിൾ പറയട്ടെ മോളെ, ഇന്ന് വാ. എന്തിനാ അങ്കിളിനെ പേടിക്കുന്നേ? നല്ല കുട്ടിയല്ലേ? മോളെ വിട്ടുകളയാനല്ല, ചേർത്ത് പിടിക്കാനാ ഞങ്ങൾ വന്നത്. മോള് പേടിച്ചു പോയോ? മോള് പേടിക്കണ്ട കേട്ടോ. അല്ല, ഇതാരാ? വാ വാ വാ. മനു സുഖല്ലേ? ആ, സുഖമാണ്. കൊറേ ദിവസമായിട്ട് ഒന്ന് ഇതുവരെ വരണമെന്ന് ജയേഷ് നിർബന്ധിക്കുക. വന്ന് വനചേച്ചിയെ കാണണം. ദേ, അശ്വതിയെ ശ്രീകുട്ടി മോളെ ഞാനും കൂടി വന്ന് കാണണമെന്ന് ജയേഷിന് ഒരേ വാശി. ഇന്നാ സമയം കിട്ടിയത്. അശ്വതിക്ക് മനസ്സിലായോ? ഇതെന്റെ അമ്മയാ മോളെ. ദേ, ഇതേ മോളുടെ മുത്തശ്ശി പോലത്തെ ഒരു മുത്തശ്ശിയാ. അതെ, മോക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇനി എപ്പോഴും മോള് കാണേണ്ടതും സ്നേഹിക്കുന്നതും ലാളിക്കുന്നതും ഒക്കെ ഈ മുത്തശ്ശിയായിരിക്കും.
വന്ന കാലിൽ നിൽക്കാതെ രണ്ടുപേരും കൂടി അകത്തേക്ക് വാ. അകത്തിരുന്ന് സംസാരിക്കാം. അമ്മ അത് എന്താ? കുടിക്കാൻ ചായയോ കാപ്പിയോ വേണോന്ന് ചോദിക്കാനാ? ദേ ഒന്നും വേണ്ട. അമ്മേ, എന്റെ അമ്മയ്ക്ക് ചെറുത് സംസാരിക്കാനുണ്ട്. ഞങ്ങൾക്ക് ഉടനെ പോവേ വേണം.